ഹായ് വെൽക്കം ബാക്ക് ടു മേഘാസ് കിച്ചൺ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വാടിയതാണെങ്കിൽ നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഇത് നമുക്ക് എത്രത്തോളം നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രയും നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ഞാനിത് ഇവിടെ വളരെ നൈസായിട്ട് അരിഞ്ഞൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഒരു 2 മിനിറ്റോളം നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇത് അരിഞ്ഞ് കഴിയുമ്പം ചെറിയൊരു കറ പോലെ ഉണ്ടാകും. ആ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം 2 മിനിറ്റിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പം ഫ്രൈയും കൂടെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കുറവ് ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല. അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പ്രത്യേകം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ കോവയ്ക്ക ഇട്ട് കൊടുക്കാവുള്ളൂ. കോവയ്ക്ക ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കെല്ലാം ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം വളരെ സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്രൈ ആണ്. തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പം താങ്ക് യു.